പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 പൈലുകൾ നൽകിയിരിക്കുന്നു. ഇത് പൈലുകൾ മാത്രമല്ല, ഇത് നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്ന 2 ചിത്രങ്ങൾ കൂടിയാണ്. ഇതിൽ ഏത് തരത്തിലുള്ള പല്ലുകളാണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ ആ പല്ലുകളുള്ളവരെ കുറിച്ചാണ് റീഡിങ് പറയുന്നത്. 2 തരത്തിലുള്ള പല്ലുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പല്ലുകൾ ഏത് തരത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾക്കത് തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണാം. നിങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട രഹസ്യമാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചിത്രത്തെ പോലെയുള്ള പല്ലുകളുള്ളവരുടെ റീഡിങ്ങിലേക്ക് പോകാം. പല്ലുകൾക്ക് ഇട നിങ്ങളിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും പല്ലുകൾക്ക് മുൻനിരയിൽ ഇടയുണ്ടെങ്കിൽ അവരെക്കുറിച്ചാണ് നമ്മൾ ഈ റീഡിങ് ആദ്യം പറയുന്നത്. അങ്ങനെയുള്ളവർ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും അത് ജീവിതത്തിൽ വരുന്നതാണ്. ചിലർക്ക് ജന്മനാൽ തന്നെ പല്ലുകൾക്ക് ഇടയുണ്ടാവും. പിന്നീട് പല്ലുകൾ വരുമ്പോഴും ആ ഇടയുണ്ടാകാം. ചിലർക്ക് കാലാതീതത്തിൽ കാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം അല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ സ്വയമേവ പല്ലുകൾക്ക് ഇട സംഭവിക്കുന്നതാകാം. അങ്ങനെ സംഭവിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്. കാരണം അവരുടെ സ്വഭാവത്തിലും അവരുടെ ജീവിതഗതിയിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ഇത്തരത്തിൽ പല്ലിന് മുൻനിരയിൽ തന്നെ ഇടയുള്ള പല്ലുകളുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കാണുമ്പോൾ അവർ വളരെ സൗമ്യതയുള്ള ആളുകൾ, അല്ലെങ്കിൽ വളരെയധികം നിഷ്കളങ്കർ, അല്ലെങ്കിൽ ഒന്നും സഹിക്കാൻ കഴിയാത്തവർ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ഇത്തരത്തിലുള്ളവർ കുറേയൊക്കെ ഈ പറഞ്ഞ നിങ്ങളുടെ നിഗമനങ്ങൾ ശരിയായേക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പല്ലിനിടയുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അതിപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ അസാധാരണമായ ധൈര്യശാലികളായിരിക്കും. നമുക്കവരെ കാണുമ്പോഴോ അവരുടെ സംസാരം കേൾക്കുമ്പോഴോ ഒന്നും നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല, തോന്നില്ല. പക്ഷെ അസാധാരണമായ മനോധൈര്യമുള്ള, ആത്മവിശ്വാസമുള്ള, ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് അവർക്കുണ്ട്. അവരാദ്യമൊന്നും ഭയക്കുന്നതായിട്ട് തോന്നും. നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു ഭയപ്പാടൊക്കെ അവർക്കൊരു കാര്യത്തിലുണ്ടാവും. പിന്നീട് അതിനെ മറിച്ചടിക്കുന്നതിനുള്ള ശക്തി അവർക്ക് ലഭിക്കുന്നു. ജീവിതത്തിൽ വന്നത് വരട്ടെ എന്നവർ സിമ്പിളായിട്ട് ആ സമയത്ത് അവർ ഈ പല്ലിൻ്റെ ഇടയും കാണിച്ച് ചിരിക്കുന്നത് കാണാം. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അസാധാരണമായ കഴിവ് അവർക്കുണ്ട്. അവർ സാധാരണ മനുഷ്യരെയല്ല. അവരുടെ ആത്മവിശ്വാസം, അവരുടെ ഗ്രഹണശേഷി, അവരുടെ ആത്മധൈര്യം, ആത്മവിശ്വാസം ഒക്കെ എല്ലാവരേക്കാളും ഹൈ ആയിരിക്കും. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനും അതനുസരിച്ചുള്ള കഴിവ് പ്രദർശിപ്പിക്കാനൊക്കെ സാധിക്കും. അതായിട്ട് നമ്മൾ രണ്ടാമത്തെ ഈ പല്ലുകളിൽ ഇടയൊന്നുമില്ലാത്ത ആളുകളെക്കുറിച്ചാണ്. ഇവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ വലിയ ഗൗരവക്കാരാണ്, ഇവർ ഭയങ്കര അസാധാരണ ശേഷിയുള്ളവരാണ്. ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഒരു ഷൂര് പറയും, എനിക്ക് അത് ചെയ്യാനറിയാം, ഇത് ചെയ്യാനറിയാം. എല്ലാ കാര്യത്തിലും ഒരു വലിയ വർത്തമാനമൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം, എന്ത് വന്നാലും ഞാൻ നേരിടും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ അങ്ങനെയുള്ളവരല്ല. ഇവർക്ക് ഈ പറയുന്നത് പോലെയുള്ള ഒരു ധൈര്യവുമില്ല. ഇവർക്ക് കാര്യങ്ങളെ ശക്തമായി നേരിടുന്നതിനോ കാര്യങ്ങളെ ശക്തമായി അപഗ്രഥിക്കുന്നതിനോ ഉള്ള കഴിവൊന്നുമില്ല. ഇവർ സിമ്പിൾ സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മൾ വിചാരിക്കും ഇവർ ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള ശക്തിയുള്ളത് ഇവരുടെ വാക്ക് പോലെ. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ പ്രതിസന്ധികളിൽ തളരുന്നവരാണ്. സാധാരണ ഇവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവർ ഒരു കാര്യം ഏറ്റാൽ നമ്മൾ വിചാരിക്കും ഇത് ഓക്കെയാണ്, നമുക്ക് പിന്നൊന്നും ഭയപ്പെടാനില്ല. പക്ഷേ ഇവർക്ക് നമ്മളെക്കാൾ ഭയമാവും. ഇവർ സാധാരണത്തുള്ള ആളുകളാണ്. അവർ സാധാരണ ആളുകളുടെ ഭയം, ലജ്ജ, അല്ലെങ്കിൽ നാളത്തെ എന്താണെന്നറിയാനുള്ള ജിജ്ഞാസ, ഇതൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇവരങ്ങോട്ട് ജീവിച്ചു പോകും ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ. കാരണം ഇവരെ കാണുമ്പോൾ നാം വിചാരിക്കും ഇവർ അസാധാരണമായ കഴിവുകളുള്ളവരാണ്.
ഒരുപക്ഷെ വാക്കുകൊണ്ടൊക്കെ നിങ്ങളെ ഇവർ പറഞ്ഞു വീഴ്ത്തിയേക്കാം. എന്ത് സാഹചര്യം വന്നാലും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ, പല്ലിന് ഒരിടയില്ലാതെ ഈ ആകൃതിയിലുള്ള പല്ലുകളോടുകൂടിയ ആളുകൾ, ഇവർ തികച്ചും സാധാരണക്കാരാണ്. ഇവർക്ക് ഓരോ സാഹചര്യത്തിലും വ്യത്യസ്ത നിലപാടെടുക്കാനോ ഒന്നും സാധിക്കണമെന്നില്ല. പക്ഷേ ജീവിതത്തിൽ ഇവരുടെ ഓരോരുത്തരുടെയും മറ്റു തരത്തിലുള്ള ഭാഗ്യം അനുസരിച്ച് ഇവർ ഓരോ ഘട്ടത്തിലും നേട്ടം ഉണ്ടാക്കുകയും ചിലപ്പോൾ പ്രതിസന്ധിയിൽ അകപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ യാതൊരു അസാധാരണത്വവും ഇവരിലില്ല. സാധാരണ മനുഷ്യർ ജീവിതത്തിൽ വിജയം നേടുന്നവർ പോലെ ഇവർ വിജയം നേടും. സാധാരണ മനുഷ്യരുണ്ടാക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുക. അത് ഇവരുടെ വാക്കിൽ പറഞ്ഞുകൊണ്ട് അപ്പാടെ നമ്മൾ വിശ്വസിക്കേണ്ട. കാരണം ഇവർ ഒരു കാര്യം ഉറപ്പ് നൽകിയാലും അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റേതായൊരു കയ്യൊപ്പൊക്കെ വരും. അത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ തികച്ചും സാധാരണക്കാരായ മനുഷ്യരാണ് ഇവർ. ഇവരുടെ ഓരോ കാര്യവും കണ്ടാലറിയാം, അല്ലെങ്കിൽ മുൻകൂട്ടി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ജീവിതത്തിൽ ഭാഗ്യമുള്ളവർ ചിലർ വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ മറ്റ് ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങളിലേക്കൊക്കെ വന്നേക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.